വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി കരസേന. കണ്ണൂരിലും കോഴിക്കോട്ടും പ്രതിരോധ സുരക്ഷാ സേനയുടെയും കോഴിക്കോട്ടെ 122 TA ബറ്റാലിയനിൽ നിന്നുള്ള 2 വീതം ടീമുകളും 3 മെഡിക്കൽ ടീമും ഇതിനകം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി. പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായത് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് എത്തിച്ചേരാൻ സാധിക്കാത്തതായിരുന്നു. ഉരുൾപൊട്ടലിൽ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്കുള്ള പാലം പൂർണ്ണമായും തകർന്നിരുന്നു. സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ചതോടെ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി. 690 അടി ബെയിലി പാലം സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ബാംഗ്ലൂരിലെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് സെന്ററിൽ നിന്ന് പാലത്തിന്റെ 330 അടി വരെ ഭാഗം റോഡ് മാർഗം എത്തിക്കുകയും ബാക്കി ഭാഗങ്ങൾ ഡൽഹി കന്റോൺമെന്റിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുകയുമാണുണ്ടായത്. തിരുവനന്തപുരത്തെ 91 ഇൻഫൻട്രി ബ്രിഗേഡിൽ നിന്നുള്ള 2 അധിക ഭാഗങ്ങൾ വ്യോമസേന എയർലിഫ്റ്റ് ചെയ്ത് പകരം ഉപയോഗിക്കേണ്ടി വന്നാൽ എടുക്കാനായി എത്തിച്ചിട്ടുണ്ട്. വ്യോമസേനയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 3 സെർച്ച് ആൻഡ് റെസ്ക്യൂ നായ്ക്കളെ വ്യോമമാർഗം എത്തിക്കും. കോയമ്പത്തൂരിൽ നിന്നും വന്ന എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ 2 തവണ മുണ്ടക്കൈ മലയിലേക്ക് പോയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തിരിച്ചുവരേണ്ടി വന്നിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടെ സാഹസികമായി പ്രദേശത്ത് ലാൻഡ് ചെയ്ത് പരിക്കേറ്റവരുമായി തിരികെ പറക്കാൻ ഹെലികോപ്റ്ററിനായി. പാരാ റെജിമെന്റൽ ട്രെയിനിംഗ് സെന്റർ കമാൻഡന്റ് ബ്രിഗേഡിയർ അർജുൻ സെഗന്റെ കീഴിൽ കോഴിക്കോട്ട് കൺട്രോൾ സെന്റർ കരസേനാ സംഘങ്ങളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. 122 TA ബറ്റാലിയനിൽ നിന്നുള്ള സൈനിക സംഘം രക്ഷാപ്രവർത്തനങ്ങളിലും നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിലും ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നു. ഫലപ്രദവും അതിവേഗവുമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ സൈന്യം സംസ്ഥാന അധികാരികളുമായി ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 3 JCBകളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്തിച്ചേരും. മിലിറ്ററി എഞ്ചിനീയറിംഗ് ടീമിന്റെ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കി അധിക എഞ്ചിനീയറിംഗ് സാമഗ്രികൾ സമാഹരിക്കും. ഫയർഫോഴ്സിൽ നിന്നും 329 അംഗങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായി വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. NDRFന്റെ 60 അംഗ ടീം വയനാട്ടിൽ ഇതിനോടകം എത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. പ്രതിരോധ സുരക്ഷാ സേനയുടെ 64 പേരടങ്ങുന്ന ടീം വയനാടെത്തി. മറ്റൊരു ടീം കണ്ണൂരിൽ സജ്ജമാണ്. കൂടാതെ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിനായും ETF ആർമിയുടെ ഒരു ടീമിനായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടീമിനായും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 30 പേരടങ്ങുന്ന NDRF ടീമുകളെ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. ആരക്കോണത്ത് നിന്നുള്ള സംഘം പാലക്കാട്ടേക്കും പുറപ്പെട്ടിട്ടുണ്ട്. വെല്ലുവിളി നിറഞ്ഞ സമയത്തും കേരളത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനും സൈനിക ടീമുകൾ അക്ഷീണം പ്രയത്നിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.